ഹലോ പോസിറ്റീവ് സോൾസ്, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാരറ്റ്സ്. നിങ്ങൾക്കുള്ള വിഷയം വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ നെക്സ്റ്റ് 48 hours. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള മാറ്റങ്ങൾ. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സ്ആപ്പ് നമ്പറും മറ്റു ഡീറ്റെയിൽസും ആണുള്ളത്. വാട്സ്ആപ്പ് വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഓക്കെ, സോ പൈൽ നമ്പർ 1 ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ, ഈ ഒരു പിക്ചറാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ പൈൽ നമ്പർ 1, അതുപോലെ ഇതാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ പൈൽ നമ്പർ 2, അതേപോലെ ഈ ഒരു പിക്ചറാണ് ചൂസ് ചെയ്യുമെങ്കിൽ പൈൽ നമ്പർ 3. സോ ഇതിൽ ഏതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് അതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, ഇനി നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. സോ നമ്മൾ റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. പൈൽ നമ്പർ 1 ആണ് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കുള്ള മെസ്സേജസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഫയൽ നമ്പർ 1, അടുത്ത 48 hours നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന, നിങ്ങളിത് എപ്പോഴാണ് കേൾക്കുന്നത് അപ്പോൾ നിന്ന് 48 മണിക്കൂറിൽ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ. ഫയൽ നമ്പർ 1. Six of Swords, 5 of Pentacles, 6 of Cups, Hermit energy, Knight of Cups, Knight of Swords, Tower moment, and main theme വന്നിട്ട് Page of Swords energy ആണ്. ഓക്കെ, സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 6 of Swords and 5 of Pentacles energy ലൈഫിൽ ഏത് കാര്യത്തിലാണോ നിങ്ങൾ ജീവിതം എൻജോയ് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്, ഏത് കാര്യത്തിലാണോ നിങ്ങൾ പുറകോട്ടേക്ക് നിൽക്കുന്ന ആ കാര്യത്തിൽ നിങ്ങൾ മുന്നേറുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു സെൻസ് ഓഫ് ഐസൊലേഷൻ, ഒരു പല കാര്യങ്ങളിലും നിങ്ങളൊരു മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒരു ഒറ്റപ്പെടൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു ഒറ്റപ്പെടലിൽ നിന്ന് പലപ്പോഴും ഇവിടെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ പലപ്പോഴും മറ്റുള്ളവർ നിങ്ങളെ അകറ്റി നിർത്തുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഒറ്റപ്പെടലിൽ നിങ്ങൾ കാണുമ്പോൾ, നമ്മൾ പറയില്ലേ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ട സാഹചര്യം എന്നൊക്കെ. അപ്പോൾ ആളുകളെ നിങ്ങളെ മാറ്റി നിർത്തുക, ഒറ്റപ്പെടുത്തുക, ഇങ്ങനെയുള്ളൊരു സാഹചര്യങ്ങൾ വരുമ്പോൾ അതൊരു നെഗറ്റീവ് എനർജി ആയിട്ട് പോയിട്ട്, അല്ലെങ്കിൽ ഒരു സങ്കടത്തിലേക്ക് വീണു പോകാതെ അതൊരു ഇൻസ്പിറേഷൻ ആയിട്ട് എടുക്കുക. കാരണം ഈ ഒരു കൂട്ടത്തിൽ, നിങ്ങൾ ഈ കൂട്ടത്തിൽ പെടുന്ന ഒരാളല്ല, അതായത് ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമല്ല, അല്ലെങ്കിൽ നിങ്ങൾ ഈ കൂട്ടത്തിലുള്ള ഒരാളല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ആ ഒരു വ്യക്തികളുമായിട്ടുള്ള ഒരു സംസർഗം ചിലപ്പോൾ നിങ്ങൾക്ക് നല്ലതായിരിക്കില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അതേപോലെ ലൈഫിൽ ഒത്തിരി കാര്യങ്ങൾ മാറ്റങ്ങൾ വരുത്താനായിട്ട് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ആ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് വെച്ചാൽ, ഇവിടെ നിങ്ങൾ ആരാണോ നിങ്ങളെ കൂട്ടത്തിൽ കൂട്ടാത്തത് വീണ്ടും അവരോട് പോയിട്ട് നിങ്ങളെ കൂട്ടത്തിൽ ചേർക്കാനായിട്ട് പറയാതെ, അതായത് നമ്മൾ ഒരാളെ അകറ്റി നിർത്തുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ എത്ര ശ്രമിച്ചിട്ടും ആളുകൾ നിങ്ങളായിട്ട് നിങ്ങൾ അർഹിക്കുന്ന കാര്യങ്ങൾ, അത് ചിലപ്പോൾ നിങ്ങൾ അർഹിക്കുന്ന പ്രണയമായിരിക്കാം, അല്ലെങ്കിൽ സ്നേഹമായിരിക്കാം, മറ്റെന്തെങ്കിലും കാര്യങ്ങൾ, നിങ്ങൾക്ക് അർഹതയുള്ള പണമായിരിക്കാം, ഇതൊന്നും നിങ്ങൾക്ക് തരാതെ നിങ്ങളെ മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക. ഇങ്ങനെയുള്ള ആളുകളായിട്ട് തുടർ സംസർഗങ്ങൾ ഒഴിവാക്കിയപ്പോൾ നിങ്ങൾ അവരിൽ നിന്ന് ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണ് അവർ തരാത്തത് എന്നുള്ളത് ഒഴിച്ച് ബാക്കിയുള്ള എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾ അവരിൽ നിന്ന് അകന്നു പോവുകയും ഒരു ഹോളിഡേ എടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് കുറച്ച് സമയം വേണം എന്നുള്ളത് കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നുണ്ട്, അതായത് നിങ്ങൾക്കൊരു ഹോളിഡേ വേണം, നിങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങളൊരു വിനോദസഞ്ചാരത്തിന് പോവാണ്, യാത്രയ്ക്ക് നിങ്ങൾ ഒരുങ്ങുകയാണ് ചെയ്യും. ഇവിടെ എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളുടെ ഏത് സാഹചര്യത്തിലുള്ള ഒരു വ്യക്തിയാണെങ്കിലും, കാരണം ഇവിടെ ചില ആളുകൾ, നിങ്ങൾ കേൾക്കുന്നതിൽ കുറച്ച് ആളുകൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ഇപ്പൊ തൽക്കാലം അതിന് പറ്റിയൊരു അവസ്ഥയല്ല എന്നുള്ളത്. ഇപ്പൊ ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, ഇപ്പൊ സാമ്പത്തികമായിരിക്കും പലരും ചിന്തിക്കാം. ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, നിങ്ങളിപ്പോ കേരളത്തിന്റെ ഒരു ഭാഗത്ത് താമസിക്കുന്ന ഒരാള് ചിലപ്പോൾ പാലക്കാട് പോവായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഭാഗത്തുള്ളവർ കോഴിക്കോടോ എറണാകുളത്തോ ഏതെങ്കിലും മറ്റൊരു സ്ഥലത്തേക്ക്, അതൊരു സുഹൃത്തിന്റെ വീടാവും, വേറെ എവിടെയെങ്കിലും ആകാം, പോയി അവിടെ നിങ്ങൾക്ക് പരിചയമില്ലാത്ത സ്ഥലങ്ങൾ സന്ദർശിക്കുക, ഭംഗിയുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുക, നിങ്ങൾക്ക് പ്രകൃതി രമണീയമായിട്ടുള്ള, നിങ്ങൾക്ക് സന്തോഷം തരുന്ന, ചില ആളുകൾക്ക് ഏതെങ്കിലും ഷോപ്പിംഗ് മോളിലൊക്കെ പോകാനായിരിക്കും ഇഷ്ടമുള്ളിടത്ത് കറങ്ങുക, പോവുക എന്നുള്ളത്. അതിന് വലിയ രീതിയിൽ പൈസ വേണമെന്നില്ല. ഇപ്പം സാമ്പത്തികമായിട്ട് കുറച്ച് മുന്നോക്കം നിൽക്കുന്ന ഒരാളാണ് എങ്കിൽ നിങ്ങളൊരു സ്പാ ബുക്ക് ചെയ്യുക, അല്ലെങ്കിൽ 2 ദിവസത്തേക്ക് ഏതെങ്കിലും ഹോട്ടലിൽ ബുക്ക് ചെയ്യുക, അവിടെ പോയിട്ട് താമസിക്കുക, ആഘോഷിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന്
അകറ്റി നിർത്തുക എന്നുള്ളത് കൂടിയിട്ടാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. ഫിനാൻഷ്യലി സിറ്റുവേഷൻസിൽ മാറ്റം വരുന്നുണ്ട്. കാരണം അവരെ നിങ്ങളെ അകറ്റി നിർത്തുന്നത് പൈസ നിങ്ങൾക്ക് തിരിച്ചു തരാൻ പറ്റാത്തതുകൊണ്ടാണ്, അല്ലാതെ നിങ്ങളുടെ പ്രശ്നമല്ല. ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നിങ്ങൾ ലീഗൽ ആക്ഷൻ എടുക്കുന്നതാണ് കാണുന്നത്. ലീഗൽ ആക്ഷൻ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന വ്യക്തികൾ പൊതുവെ പേടിത്തൊണ്ടന്മാർ അല്ലെങ്കിൽ ഉള്ളിൽ ഒത്തിരി ഭയമുള്ള ആളുകളായിരിക്കും. പക്ഷെ നിങ്ങൾ ഒരു പാവമാണെന്ന് വിചാരിച്ചിട്ടാണ് ഇവർ നിങ്ങളെ ഇട്ട് തട്ടിക്കളിക്കുന്നത്. പൈസ അവരുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടല്ല എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഒരു ലീഗലായിട്ടുള്ള ഒരു നോട്ടീസ് അവരിലേക്ക് എത്തുമ്പോൾ തന്നെ അവർക്ക് സിറ്റുവേഷൻസ് പന്തിയല്ല എന്ന് മനസ്സിലാക്കി ആ പൈസ നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ വേറൊരു കാര്യം കൂടി സംഭവിക്കുന്നത്, ഒരു പക്ഷെ അവർ നിങ്ങളെ താഴ്ത്തിക്കിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും ഇതൊന്നും ചെയ്യേണ്ടിയിരുന്ന ആവശ്യമില്ല, അത് എന്തായാലും തിരിച്ചു തരുമായിരുന്നു എന്ന് പറഞ്ഞ് നിങ്ങളെ ഗിൽറ്റ് ട്രിപ്പിലേക്ക് കൊണ്ടുപോകാൻ നോക്കിയേക്കാം. പക്ഷെ അവരെന്തായാലും നിങ്ങൾ ഇങ്ങനൊരു സ്ട്രോങ് സ്റ്റെപ്പ് എടുത്തില്ലായിരുന്നെങ്കിൽ ആ പൈസ തിരിച്ചു കിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്കും അറിയാം, അവർക്കും അറിയാം. അപ്പൊ അങ്ങനെയുള്ള ഇതിൽ പോയിട്ട് വീഴാതിരിക്കുക. അതായത് വലിയൊരു സുഹൃത്ത് ബന്ധം നഷ്ടപ്പെടുത്തി നിങ്ങൾ എന്നുള്ള ഇതിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുമ്പോൾ അതിൽ വീണുപോകാതിരിക്കുക എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയാനുള്ളത് എന്ന് പറയുന്നത്. അതേപോലെ 7 of Cups എനർജി ആൻഡ് ഹെർമിൻ മോഡാണ്. സോ ഈ ഒരു എനർജി മാനിഫെസ്റ്റേഷൻ ഫേസ് കൂടിയിട്ടാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രിയേഷൻ ഫേസിൽ നിന്ന് നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ്, അതായത് ഇനിഷ്യേറ്റ് ചെയ്യാണ് ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ നിന്ന് നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. കുറച്ചും കൂടി വ്യക്തതയും കാര്യങ്ങളും ഉണ്ടാവുന്ന ഒരു ക്ലാരിറ്റിയാണ് ഇവിടെ സൂചിപ്പിക്കുന്ന ഹെർമിൻ മോഡിൽ. ഇതുവരെ നിങ്ങൾ എന്തെങ്കിലും തുടങ്ങി വെച്ചിട്ടുണ്ടാവും, പക്ഷെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടാവുന്നില്ല. ആ ഒരു ക്ലാരിറ്റിയിലേക്ക് വരികയും നിങ്ങളത് മാനിഫെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോ ഇവിടെ നിങ്ങളിപ്പോ കാണുന്ന ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്ന കൂടുതലായിട്ടും 666 എനർജിയാണ്. അത് സൂചിപ്പിക്കുന്നത് കൊടുക്കൽ വാങ്ങലുകളാണ്, ഫ്ലോ ആണ്. അപ്പോ നമ്മൾ പറയില്ലേ എനർജി, രണ്ട് എനർജി, മസ്കുലൈൻ ആൻഡ് ഫെമിനൈൻ എനർജി, ഡിവൈൻ മസ്കുലിനും ഡിവൈൻ ഫെമിനൈൻ എനർജീസും ഉണ്ട്. അതേപോലെ അതായത് യിങ് യാങ് രണ്ട് എനർജീസും ഉണ്ട്. ചായ് വളരെ പോസിറ്റീവായിട്ടാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത്. യാത്രകൾ സൂചിപ്പിക്കുന്നുണ്ട് ഇതിലൂടെ. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഈ വരുന്ന 48 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഇത് കേട്ട് പെട്ടെന്നായിരിക്കും നിങ്ങൾക്ക് നെക്സ്റ്റ് ഡേ തന്നെ യാത്ര സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളിപ്പോ ഈ ഒരു സമയത്തിനുള്ളിൽ 666 കാണുന്നുണ്ട്, അല്ലെങ്കിൽ 6 വെച്ചിട്ട് എത്ര ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ടെങ്കിലും ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കുമുള്ള കൊടുക്കൽ വാങ്ങലുകളാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. ചില ആളുകൾ തെറാപ്പി എടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ മെന്റൽ ഹെൽത്ത് പല കാര്യങ്ങളും ബാധിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ആ ഒരു മെന്റൽ ഹെൽത്തിനെ നിങ്ങൾ അവഗണിച്ച് മുന്നോട്ടേക്ക് പോകാതെ നിങ്ങൾ അതിനെ അതായത് നിങ്ങളുടെ ഇമോഷണൽ ഹെൽത്തിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം ഇവിടെ കൊടുക്കൽ വാങ്ങലുകൾ എന്നുള്ളത് പറഞ്ഞു. 666 എനർജി അത് പണത്തിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ബിസിനസ്സോ കരിയറോ മാത്രമല്ല, ജീവിതത്തിൽ പ്രണയവും സ്നേഹവും ആയാലും ഒരാൾക്ക് നിങ്ങൾ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടെങ്കിലും തിരിച്ചിങ്ങോട്ടേക്ക് ആ ഒരു സ്നേഹം കിട്ടുന്നില്ല എങ്കിൽ അതിന് വലിയൊരു അല്ലെങ്കിൽ ആ ഒരു ബന്ധത്തിന് അത്രയും അതൊരു രണ്ടുപേരും ഒരേപോലെയുള്ള ഒരു ബന്ധമായിരിക്കില്ല എന്നുള്ളതാണ്. തിരിച്ച് നിങ്ങൾക്കൊന്നും ലഭിക്കുന്നില്ല എങ്കിൽ അങ്ങനെ ഒരു ബന്ധം മുന്നോട്ടേക്ക് കൊണ്ടുപോകാതിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് തെറാപ്പി ആവശ്യമുണ്ടെങ്കിൽ അതെടുക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ചില ആളുകൾ ഒരു സ്പെഷ്യൽ പേഴ്സണെ നിങ്ങൾ കണ്ടുമുട്ടുന്നുണ്ട്. നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനെ കണ്ടുമുട്ടുന്നതാവും, നിങ്ങളുടെ സോൾമേറ്റിനെ കണ്ടുമുട്ടുന്നതാവാം, അല്ലെങ്കിൽ കുറഞ്ഞപക്ഷം അവരെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. നിങ്ങളുടെ വിവാഹ ബന്ധത്തിൽ ഒരു പക്ഷേ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയത്തിൽ നിങ്ങൾ ഒരു വ്യക്തിയെ പ്രണയിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾ വിചാരിച്ച ലെവലിൽ ആ വ്യക്തിക്ക് തിരിച്ച് ഒന്നും തരാൻ കഴിയുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ആണ് എങ്കിൽ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരു എപ്പിഫനി കൂടിയിട്ടാവാം ഇത്. അതായത് ഒരു അവേക്കണിംഗ് ആണ്, വിട്ടുകളയുക എന്നുള്ളത്, ലെറ്റ് ഗോ ചെയ്യേണ്ടുന്ന സമയമാണ്. ആ ഒരു എപ്പിഫണിയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. അതിന്റെ ഒരു തുടക്കമാണ്, അത് ഇനിഷ്യേറ്റ് ചെയ്യാണ്. കാരണം പുതിയൊരു തുടക്കം, ആ ഒരു അവേക്കണിംഗ് ആണ് നിങ്ങളിലേക്ക് വരുന്നത്. വിട്ടുകളയുന്നതിലൂടെ നിങ്ങൾ കുറച്ചുകൂടി സ്പിരിച്വലി ഉയർന്ന ലെവലിലേക്ക് പോവാണ്. നിങ്ങൾ സ്വയം അല്ലെങ്കിൽ അവിടെ തന്നെ കടിച്ചു തൂങ്ങിക്കിടന്ന് നിങ്ങൾ സെൽഫ് ഡൗട്ടോട് കൂടിയിട്ട് നിങ്ങൾ സ്വയം നശിക്കുന്ന എനർജിയാണ്. സെൽഫ് സബോറ്റേജ് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ആ ഒരു ഉയർന്ന പൊസിഷനിലേക്ക് നിൽക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അഗെയിൻ നിങ്ങളുടെ എനർജി പറയുകയാണെങ്കിൽ നൈറ്റ് ഓഫ് സോർഡ്സ് ആൻഡ് ടവർ മൂവ്മെന്റ് ആണ്. ഈ ഒരു എനർജി, അതായത് നൈറ്റ് ഓഫ് സോർഡ്സ് ആൻഡ് ടവർ മൂവ്മെന്റ് പറയുമ്പോൾ ബാലൻസ് ലൈഫിൽ വേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളത് ഇവിടെ സൂചിപ്പിക്കുന്നു. ഈ ഒരു ടവർ മൂവ്മെന്റിന്റെ ഒരു പ്രത്യേകത വളരെ ഇമോഷണൽ ബ്രേക്ക് ഡൗൺ ആണ്. ഇമോഷണലി നിങ്ങൾ കെട്ടിപ്പടുത്ത കുറെ സ്വപ്നങ്ങളും കാര്യങ്ങളും, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കുറിച്ചിട്ടുള്ള തീരുമാനങ്ങൾ, ചിന്തകൾ, ഡിസിഷൻസ്, ഇതൊക്കെ നിങ്ങൾ
എന്താ പറയാ, അതൊക്കെ നിങ്ങൾ പടുത്തുയർത്തിയിട്ടുള്ള പല സ്വപ്നങ്ങളാണ്, മനസ്സിൽ പടുത്തുയർത്തിയിട്ടുള്ള, അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ ഒരു വ്യക്തിയെ കുറിച്ചിട്ടുള്ള ചിന്തിച്ചിട്ടുള്ള ആ ഇമോഷൻസ് എല്ലാം തകിടം മറിഞ്ഞ് അല്ലെങ്കിൽ താഴെ ആ ഒരു ചില്ല് കൊട്ടാരം പോലെ തകർന്നു എന്ന് നമ്മൾ പറയില്ല, മനസ്സിൽ കെട്ടിപ്പടുത്ത കാര്യങ്ങൾ. ആ കെട്ടിപ്പടുത്ത കാര്യങ്ങൾ ഒരുപക്ഷെ ഒരു വ്യക്തിയെ കുറിച്ചിട്ടുള്ള ചിന്തയായിരിക്കാം. ആ ഒരു എനർജിയിൽ നെഗറ്റിവിറ്റിയാണ് കാണിക്കുക. അപ്പൊ അത് റിലീസ് ആക്കുക എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ലെറ്റ് ഗോ ചെയ്യുക. ചില ബന്ധങ്ങൾ, ചില വ്യക്തികൾ നേരത്തെ നിങ്ങൾ അറിയുന്നത് മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും ഭേദം കാലേക്കൂട്ടി കാര്യങ്ങൾ അറിയാണ്. അപ്പൊ അറിയുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് വിട്ടു മാറാനായിട്ട് നിങ്ങൾക്ക് പറ്റും, നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി. ചില കാര്യങ്ങൾ, ചില കൊട്ടാരങ്ങൾ തകർന്നു വീഴുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. കാരണം നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റിയ ഒരു സാഹചര്യം ആയിരുന്നില്ല അത്, മറിച്ച് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നതിന്റെ ഒരു സൂചനയാണ്. ഇവിടെ ഒരു എൻഗേജ്മെന്റ് എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. ഏതായാലും നൈറ്റ് ഓഫ് സോട്ട്സ് ആൻഡ് ടവർ മൊമെന്റ് ആയിട്ട് കണക്റ്റഡ് അല്ലെങ്കിൽ കൂടി ഒരു എൻഗേജ്മെന്റ് ആണ് ഫീൽ ചെയ്യുന്നത്. ഒരു വിവാഹവും വിവാഹ നിശ്ചയവും മനസ്സമ്മതം പോലുള്ള കാര്യങ്ങൾ ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ 48 hours എന്നുള്ളതല്ല, അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ സംഭവിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ പ്രപ്പോസ് ചെയ്യുന്നതായിരിക്കാം, നിങ്ങളെ ആരെങ്കിലും പ്രപ്പോസ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഫൈനലി ഒരു കാര്യത്തിൽ തീരുമാനത്തിലേക്ക് എത്തുന്നതാവാം. ഈ പറഞ്ഞ കാര്യം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല കേട്ടോ. കാരണം ഇവിടെ ഒരു കാര്യം കാണിക്കുന്നത്, നിങ്ങൾക്കൊരു ബന്ധം വന്നിട്ടുണ്ടാകും, കുറച്ച് നാൾ മുമ്പ് വന്നതായിരിക്കും, നിങ്ങൾ മാറ്റി വെച്ചത്. ഫൈനലി നിങ്ങൾ എസ് പറയുന്ന ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ അവരെ എസ് പറയുന്ന ഒരു സിറ്റുവേഷൻ, ഒരു റീകണക്റ്റിംഗ് ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്റ്റിലായിട്ടുള്ള പ്രണയിതാക്കളാണെങ്കിൽ നിങ്ങൾ തിരിച്ചു കോണ്ടാക്റ്റിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ കൂടിയിട്ടാവാം ഇതിവിടെ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ മെയിൻ തീം വന്നിട്ട് പേജ് ഓഫ് സോർട്സ് എനർജിയാണ്. ഈ ഒരു പേജ് ഓഫ് സോർട്സ് എനർജി നിങ്ങൾക്കുള്ള ഫൈനൽ മെസ്സേജ്, മെയിൻ തീം എന്ന് പറഞ്ഞാൽ സെൽഫ് അവയർനെസ് ആണ്. നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി എന്താണ്, നിങ്ങൾ എന്താ ചെയ്യുന്നത്, നിങ്ങൾ എന്താണ് പ്രവർത്തിക്കുന്നത്, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ അവെയർ ആയിരിക്കണം. സ്വയം നിങ്ങൾ അവെയർ ആയിരിക്കണം ആദ്യം തന്നെ, നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയിൽ. അതിനുശേഷം മാത്രമാണ് നിങ്ങൾക്ക് മറ്റുള്ളവരെ ആ ഒരു ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നുള്ളൂ. അപ്പൊ ഇവിടെ ഈ ഒരു 48 hours നിങ്ങൾക്ക് ഒരു സെൽഫ് അവയർനെസ് ഉണ്ടാവുകയാണ്. കാരണം പ്രത്യേകിച്ച് പറയാൻ, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളിൽ കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണോ, അല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് പല കാര്യങ്ങളിൽ. ഇപ്പൊ ജീവിതത്തിലായാലും കരിയറിലായാലും, നിങ്ങളിപ്പോ ചിലപ്പോൾ ഇനി വല്ല PhD ഒക്കെ ചെയ്യുന്നവരാണെങ്കിലും എന്തായാലും അതിലൊക്കെ നിങ്ങൾ ഒത്തിരി പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ ആ പരീക്ഷണങ്ങൾ പലപ്പോഴും എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റാണ്, എന്ത് കോൺസിക്വൻസസ് ആണ് അതിലൂടെ വരുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾ അവെയർ ആവുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് ഈ ഒരു സമയത്ത് സംഭവിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ബിഗ് താങ്ക് യു. നമുക്ക് പൈൽ നമ്പർ 2 കിടക്കാം. സോ പൈൽ നമ്പർ 2 നിങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകുന്ന സന്ദേശം. പൈൽ നമ്പർ 2 നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് സീ. പൈൽ നമ്പർ 2, ഈ വരുന്ന 48 മണിക്കൂറിൽ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റം, അതായത് നിങ്ങളിത് എപ്പോഴാണ് കേൾക്കുന്നത് അപ്പോൾ നിന്ന് 48 മണിക്കൂറാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോൾ കേട്ടാലും ആ ഒരു സമയത്ത് തന്നെ. ഓക്കെ, പൈൽ നമ്പർ 2. പൈൽ നമ്പർ 2. Magician energy, 9 of Wands. Okay, 5 of Swords, 7 of Swords, 8 of Cups, Emperor energy, and Page of Wands. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി എന്ന് പറയുന്നത് മെജീഷ്യൻ ആൻഡ് 9 of Wands എനർജിയാണ്. വളരെയധികം മാനിഫെസ്റ്റേഷൻ ആണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലും ഫുൾ മൂൺ റിലേറ്റഡ് ആയിട്ട് മാനിഫെസ്റ്റേഷൻ പെട്ടെന്ന് സംഭവിക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ
അതിന് സാധ്യതകൾ ഏറെയാണ് മാനിഫെസ്റ്റ് ചെയ്യാൻ. അല്ലെങ്കിൽ നിങ്ങളിപ്പോ ഈ ഒരു ഫുൾ മൂണിന് എന്തെങ്കിലും മാനിഫെസ്റ്റേഷൻ നിങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ മാനിഫെസ്റ്റേഷൻ ഒന്നുകിൽ ഈ ഒരു 48 മണിക്കൂറിനകം പൂർത്തിയാകുന്നുണ്ട്, അല്ലെങ്കിൽ ആ കാര്യങ്ങൾ പൂർത്തിയാകുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. അതായത് ഇപ്പോൾ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ജോലിക്ക് വേണ്ടിയിട്ടാണ് ശ്രമിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, അതായത് ഗ്രോത്ത് സ്ലോ ഗ്രോത്ത് ആയിരിക്കും. പക്ഷെ സ്ലോ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യത്തെ ചുവട് നമ്മൾക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് നമ്മുടെ മുന്നിൽ വരികയാണ്. അപ്പൊ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും മാനിഫെസ്റ്റേഷൻ സംഭവിക്കുകയാണ്, സ്ലോ ആണെങ്കിൽ കൂടി. കാരണം നിങ്ങൾ ഒരു ജോലിക്ക് ചിലപ്പോൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു ജോലി കിട്ടുന്നുണ്ടാവില്ല. പക്ഷെ ഈ ഒരു സമയത്ത് നിങ്ങളെ ചിലപ്പോൾ ഇന്റർവ്യൂവിന് വിളിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻസ് മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. അതേപോലെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയത്ത് ചില സന്തോഷ വാർത്തകൾ ചില ആളുകളിൽ കാണും. കാരണം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ അപ്രതീക്ഷിതമായിട്ട് ഒന്നുമില്ലാതെ ആകാശത്ത് നിന്ന് പൊട്ടിമുളയ്ക്കുന്ന ഒരു എനർജി അല്ല, പക്ഷെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള പുതിയ കണക്ഷൻസ് വരുന്നുണ്ടാവാം, പുതിയ പുതിയ ബന്ധങ്ങൾ വരുന്നുണ്ടാവാം. അതേപോലെ തന്നെ നിങ്ങൾ പല വ്യത്യസ്തങ്ങളായിട്ടുള്ള മേഖലകളിൽ നിന്ന് ആളുകളുമായിട്ടുള്ള സംസർഗം ഉണ്ടാവുന്നുണ്ട്. അതിലൂടെ നിങ്ങൾ പല ആളുകളെയും ചിലപ്പോൾ കണ്ടുമുട്ടുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കണ്ടുമുട്ടുന്ന ആളുകൾ വഴി നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ടാവും. ചിലപ്പോൾ ഒരു സംസാരത്തിന്റെ ഇടയിൽ ഒരു വ്യക്തി പറയുന്ന ഒരു കാര്യം വഴി നിങ്ങൾ എന്തെങ്കിലും ജോലിക്ക് അപ്ലൈ ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ആവാം ഇതിലൂടെ സംഭവിക്കുന്നത് എന്നുള്ളത്. അതേപോലെ കമ്മിറ്റ്മെന്റ് സൂചിപ്പിക്കുന്നുണ്ട്. മാനിഫെസ്റ്റേഷൻ നിങ്ങളിപ്പോൾ ചെയ്തിട്ടുള്ളത് പ്രണയത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് വരുന്നതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ പറയാനുള്ള മറ്റൊരു കാര്യം, 2 തരത്തിലുണ്ട്. നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യാനുള്ള മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ആ ഒരു കണക്ഷൻ ഡിറ്റാച്ച് ചെയ്യുന്ന സിറ്റുവേഷനാണ്, വിട്ടുകളയുന്ന കോഡ് കട്ടിങ് ചെയ്തിട്ടുള്ളവർക്ക് അത് ആ സിറ്റുവേഷൻ സംഭവിക്കുന്നുണ്ട്. അതേസമയം പ്രണയമാണ്, പ്രണയ സാക്ഷാത്കാരം മാനിഫെസ്റ്റ് ചെയ്യാനാണ് ആഗ്രഹിച്ചിട്ടുള്ളത്, അതിനുവേണ്ടി ശ്രമിച്ചിട്ടുള്ളവരാണെങ്കിൽ അത് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വലിക്കുകയാണോ അതോ അങ്ങോട്ടേക്ക് തള്ളിവിടുകയാണോ, ഏതാണ് ചെയ്യുന്നത് അതാണ് സംഭവിക്കുന്നത്. നിങ്ങളിലേക്ക് ആകർഷിക്കുകയാണെങ്കിൽ ആ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നു, നിങ്ങൾ തള്ളി മാറ്റുന്നവർ പുറത്തേക്ക് പോകുന്നു. പക്ഷെ ഇവിടെ പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെന്റ് ആണ് ഈ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത്. അപ്പോ അത് ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി, നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചിന്തകളെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുക. കാരണം നിങ്ങൾ ചിലപ്പോൾ നെഗറ്റീവായിട്ട് ചിന്തിച്ചു പോകുമ്പോൾ അപ്പം തന്നെ നിങ്ങൾ മനസ്സിനെ തിരിച്ചു വിളിക്കുക, ആ വഴിക്ക് സഞ്ചരിക്കാതിരിക്കാൻ പറയുക. കാരണം നിങ്ങൾ ചിന്തിച്ച് നിങ്ങൾ ഓർമ്മയില്ലാതെ കാട് കയറി പോകരുത്. അപ്പൊ തന്നെ അതങ്ങനെയല്ല എന്ന് പറഞ്ഞ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് ഒക്കെ പറഞ്ഞ് ആ നെഗറ്റീവ് ചിന്തയെ മാറ്റി വയ്ക്കുക എന്നുള്ളത്. കാരണം നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് സംഭവിക്കാൻ തുടങ്ങുന്നവരെ, നിങ്ങൾ തീരെ പ്രാർത്ഥിച്ചിട്ട് പോലും നടക്കാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ ചിന്തിക്കുമ്പോൾ തന്നെ സംഭവിക്കുന്നു എന്നൊക്കെയുള്ളത് നിങ്ങളെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവത്തിലൂടെ കൊണ്ടെത്തിക്കുന്ന ഒരു സാഹചര്യം കൂടിയിട്ടാണ്. നെഗറ്റീവായിട്ടുള്ള തിങ്കിങ് നിങ്ങളെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. മാനിഫെസ്റ്റേഷൻ സ്ട്രോങ് മാനിഫെസ്റ്റേഷൻ ആണ്. അപ്പോൾ ഇത് എടുത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്നത് പലതും സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ചിന്തകളും ഉണ്ട്. അപ്പൊ നെഗറ്റീവായിട്ടുള്ള ആളുകൾ നിങ്ങൾക്ക് ചുറ്റിനുമുണ്ട്. അപ്പൊ ഇതൊക്കെ കൊണ്ട് നിങ്ങൾ പല രീതിയിൽ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാനായിട്ട് പറ്റും എന്നുള്ളതാണ്. നല്ല രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നെക്സ്റ്റ് ഡേ വരുന്ന ദിവസം തന്നെ, നിങ്ങളിത് കേൾക്കുന്നതിന്റെ പിറ്റേ ദിവസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു എഴുത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നോട്ട് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പേപ്പറിലോ ഇമെയിലോ മെസ്സേജ് അതുപോലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഒരു ഗുഡ് ന്യൂസ് നിങ്ങളിലേക്ക് എത്തുന്നതായിട്ടുള്ള സൂചന വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ പലപ്പോഴും നിങ്ങൾക്കിപ്പോ നെഗറ്റീവ് എനർജീസ് തരുന്നവരായിരിക്കും, അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് എതിരായിട്ട് സംസാരിക്കുന്നവരായിരിക്കും. അങ്ങനെയുള്ള ആളുകൾ ഒരുപക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ കൊണ്ടുവരുന്നത് എന്നുള്ള ഒരു, അതായത് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ പോസിറ്റിവിറ്റി ആകർഷിക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം വരുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല, അവർ നിങ്ങളെ താഴ്ത്തി കെട്ടുന്നുണ്ടാവും. നിങ്ങൾ എപ്പോഴും അവർക്ക് താഴെ ഒരു പടി താഴെ നിൽക്കണം എന്ന് ചിന്തിക്കുന്നവരുണ്ടാവാം. അങ്ങനെയുള്ളവർ എന്താണെന്ന് വെച്ചാൽ അവർ പറഞ്ഞിട്ട് പോവും.
നിങ്ങളെ അതൊരു തരത്തിലും ബാധിക്കുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക. കാരണം യു ആർ സോ പ്രൊട്ടക്റ്റഡ്. നിങ്ങളെ ബാധിക്കുന്ന ഒരേ ഒരു കാര്യം നിങ്ങളുടെ തിങ്കിങ് ആണ് എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള പല നെഗറ്റീവ് എനർജീസിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിവിടെ സൂചിപ്പിക്കുക. വളരെ പോസിറ്റീവായിട്ടുള്ള എനർജീസ് ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് എന്നുള്ളത് കൂടിയിട്ട് സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇങ്ങനത്തെ എനർജീസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് റിലീഫാണ്. കാരണം ആരൊക്കെ എന്തൊക്കെ ചെയ്താലും നിങ്ങളുടെ ലൈഫിൽ ഒരു തരത്തിലും നിങ്ങളെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾക്കൊരു റിലീഫ് കിട്ടുന്ന സമയമാണ്. അതേപോലെ ചില ആളുകൾ നിങ്ങളുടെ ടോക്സിക് ആയിട്ടുള്ള എൻവയൺമെന്റിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു എൻവയൺമെന്റ് നിങ്ങൾക്ക് പുറത്തു വരാനായിട്ട് പറ്റുന്ന ഒരു സാഹചര്യം കൂടിയിട്ട് ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എത്രയും സങ്കടകരമായിട്ടുള്ള സാഹചര്യത്തിലാണെങ്കിൽ പോലും അതിൽ ഗ്രൗണ്ടഡ് ആയിട്ടും മെച്യൂർ ആയിട്ട് തീരുമാനങ്ങൾ എടുക്കുകയും വളരെ പക്വതയോട് കൂടിയിട്ട് നിൽക്കാനും പറ്റുന്ന ഒരു സാഹചര്യം ഈ ഒരു സമയത്ത് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ ഓൾമോസ്റ്റ് നിങ്ങൾ ഒരു എന്താ പറയാ പല കാര്യങ്ങളും വളരെ അടുത്തെത്തിയിട്ട് പോലും ഓൾമോസ്റ്റ് അത് ലഭിച്ചു എന്ന് പറയുന്ന സാഹചര്യത്തിൽ നമ്മൾ ചുണ്ടോടെ അടുപ്പിച്ചിട്ട് നിങ്ങൾക്ക് നഷ്ടമായിട്ടുള്ള പല കാര്യങ്ങളും ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് എത്തിച്ചേർന്നേക്കാം. അതോടൊപ്പം തന്നെ കുറച്ച് ഡ്രാമ സിറ്റുവേഷൻസും കാണിക്കുന്നുണ്ട്. അപ്പൊ അത് പറയാതെ വയ്യ. കാരണം നമ്മള് പല ആളുകളും ഇപ്പോൾ നിങ്ങളുടെ കുടുംബത്തിലുള്ള ആളുകൾ തന്നെയാണ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന നിങ്ങളിപ്പോ അച്ഛൻ, അമ്മ, സഹോദരൻ, മക്കള്, ഭാര്യ, ഭർത്താവ്, അങ്ങനെ ആരുമായിക്കൊള്ളട്ടെ നിങ്ങളുടെ വീട്ടിൽ ഒരുമിച്ച് താമസിക്കുന്നവരുമായിട്ട് എപ്പോഴും അവരെ നിങ്ങൾ പറയുന്നത് മനസ്സിലാക്കുന്നുണ്ടാവില്ല. അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കുള്ള പ്രശ്നങ്ങൾ ചില ആളുകളെ സൂചിപ്പിക്കുന്നുണ്ട്. ചില ആളുകളിൽ നിങ്ങളുടെ ചിലപ്പോൾ സഹോദരങ്ങളാവും, മാതാപിതാക്കളാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളാവാം, നിങ്ങൾക്കൊരു ബഹുമാനം തരാത്ത രീതിയിലുള്ള സംസാരം അല്ലെങ്കിൽ നിങ്ങളെ അവർ വകവെച്ച് തരുന്നില്ല എന്നുള്ളൊരു ചിന്ത ചില ആളുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു ചിന്ത ഇല്ലാത്തവരിലാണെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ ഒരു ഭയങ്കര നെഗറ്റീവ് ആയിരിക്കും. ഏതൊരു കാര്യത്തിനും ഇതിനൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്ന്, അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലൊക്കെയുള്ള ഒരു സംസാരങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ശത്രുക്കളെ ജയിക്കുന്ന സാഹചര്യം ഒരു ചെയർ എനർജി, അതായത് പൊളിറ്റിക്സ് എനർജി കാണിക്കുന്നുണ്ട്. നിങ്ങൾ പൊളിറ്റിക്സിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഒത്തിരി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനും രാഷ്ട്രീയത്തിൽ മുന്നേറാനും ഒക്കെ ഉള്ളൊരു അവസരം നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് സൂചിപ്പിക്കുന്നു എന്നതാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ട് 8 of Cups എനർജി ആൻഡ് എംപറർ എനർജിയാണ്. എന്തൊക്കെ സിറ്റുവേഷൻസ് ആയാലും നിങ്ങളുടെ ആത്മാഭിമാനം ഭയങ്കര വലുതായിരിക്കും. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ആത്മാഭിമാനത്തെ മുറുകെ പിടിക്കുന്ന സാഹചര്യം. കാരണം നിങ്ങൾ ഇവിടെ ഒരു വ്യക്തി, അത് ചിലപ്പോൾ നിങ്ങളുടെ എക്സ് ലവർ ആയിരിക്കാം, നിങ്ങളുടെ എക്സ് ഹസ്ബൻഡ് ആയിരിക്കാം, നിങ്ങളുടെ എക്സ് വൈഫ് ആയിരിക്കാം, അങ്ങനെ എന്തുമാവാം. അല്ലെങ്കിൽ നിങ്ങളെ ഒരിടത്തുനിന്ന് നിങ്ങളെ ഒരിക്കലും അപമാനിച്ചു വിട്ടിട്ടുള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളതായിരിക്കാം. പക്ഷെ ആ വ്യക്തി ഇപ്പോൾ നിങ്ങളെ തിരിച്ചു വിളിക്കുകയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ജോലിയിലാണെങ്കിൽ കുറച്ചുകൂടി ശമ്പളം കൂട്ടി തന്നിട്ടോ വേറൊരു പൊസിഷൻ തന്നിട്ടോ ഒക്കെ നിങ്ങളെ തിരിച്ചു വിളിക്കുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ അവിടെ നിന്ന് പോകുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. കാരണം ഒരു തരത്തിലും നിങ്ങൾക്ക് അവിടെ പറ്റുന്നില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ അവിടെ നിന്ന് പോന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഇനിയും പല കാര്യങ്ങൾക്കും പെട്ടുപോയിട്ട് നിങ്ങൾ അവിടെ പോയി പെട്ടുപോയാൽ വീണ്ടും ഇതേ അനുഭവം തന്നെയാണ്. അപ്പോൾ അവര് നിങ്ങളെ അപമാനിച്ചു വിട്ടതാണ്. ആ ഒരു അപമാനത്തിന് അത് മനസ്സിൽ വയ്ക്കുക, അല്ലെങ്കിൽ അതിനെതിരെ പ്രതികരിക്കുക എന്നുള്ളതിനും അല്ലെങ്കിൽ പ്രതികാരം ചെയ്യുക എന്നുള്ള രീതിയിലല്ല. പക്ഷെ ആ ഒരിടത്തേക്ക് നമ്മൾ ഇറക്കി വിട്ട ഒരിടത്തേക്ക് വീണ്ടും കയറി ചെല്ലാതിരിക്കുക എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ പറയാനുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സിറ്റുവേഷനിൽ നിങ്ങൾ പല ആളുകളും അത് ചെയ്യുന്നുണ്ട്. അതൊരു പക്ഷേ ജോലി സംബന്ധമായിട്ടായിരിക്കാം, അല്ലാത്തവര് നിങ്ങളുടെ ഏതെങ്കിലും ബന്ധുക്കളായിരിക്കാം, നിങ്ങളെ അപമാനിച്ചിട്ട് ഇറക്കി വിട്ടവരായിരിക്കാം. പക്ഷെ അവർ വീണ്ടും വന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ സംസാരിക്കുന്നുണ്ടാവും, നിങ്ങളുടെ അച്ഛനും അമ്മയുടെ അടുത്തായിരിക്കും. അപ്പൊ അവര് പറയുന്നത് എന്തൊക്കെ പറഞ്ഞാൽ നമ്മുടെ ബന്ധുവല്ലേ, പോയി നോക്കൂ, ചെയ്തു നോക്കൂ എന്നൊക്കെ പറയുന്നുണ്ടാവാം. ആ ഒരു വാക്കിൽ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങളുടെ ആത്മാഭിമാനം മനസ്സിലാക്കാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ തീരുമാനമെടുക്കുക, ഇല്ല ഇതെന്തായാലും പറ്റില്ല എന്നുള്ള രീതിയിൽ തുറന്ന് പറയാൻ
പറയുക. കാരണം നിങ്ങൾക്ക് ആ ഒരു അഭിമാനം നിങ്ങൾക്ക് വലുതാണ് എന്നുള്ളത് തന്നെ പറയാ. അത് നിങ്ങളത് ആ ഒരു തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ അപ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, എല്ലാവരും അവനവന്റെ വീട്ടിലെല്ലാവരും രാജാക്കന്മാരാണ് എന്നുള്ളത്. അപ്പൊ മറ്റു പുറത്തു നിന്നുള്ള ആളുകൾ അനാവശ്യമായിട്ട് നിങ്ങളെ മുതലെടുക്കുകയോ നിങ്ങളെ അപമാനിക്കുകയോ ചെയ്യുന്നതിന് നിന്നു കൊടുക്കുന്ന, അതിന് ബന്ധുവായാലും ഒരു പരിധി വരെ നമ്മൾ എങ്ങനെയുള്ള ഒരാളാണെങ്കിൽ പോലും അതിന് നിന്നു കൊടുക്കേണ്ടത് ആവശ്യമില്ല എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ പോലും മാതാപിതാക്കൾ പറയുന്നത് കേട്ടിട്ട് ചിലപ്പോൾ നിങ്ങൾ അതിന് വിപരീതമായിട്ട് ചെയ്തേക്കാം. പക്ഷെ കാർഡ്സിന്റെ ബേസിസിൽ പറയുന്ന എംപറർ എനർജിയാണ് നിങ്ങളുടെ പ്രൈഡ് വിട്ടുകൊടുക്കാതിരിക്കുക എന്തിനു വേണ്ടിയിട്ടും എന്നുള്ളത്. പേജ് ഓഫ് ഫോൺസ് എനർജിയാണ്. പ്രായം എന്നുള്ള പ്രായത്തിൽ മുതിർന്നവർ എന്ന് നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു പല്ലവിയാണ്. പ്രായത്തിൽ മുതിർന്ന ആൾക്കാരായതുകൊണ്ട് ക്ഷമിക്കുക എന്നുള്ളത്. പ്രായത്തിൽ മുതിർന്ന ആളുകളാവുമ്പോൾ അവരൊന്നും കൂടി പക്വത കാണിക്കേണ്ടവരാണല്ലോ. അപ്പൊ അവരുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ കുട്ടികളായാൽ ഏത് രീതിയിലും അപമര്യാദയായിട്ട് പെരുമാറാം എന്നുള്ളൊരു ചിന്ത നമ്മൾ എൻറ്റൈറ്റിൽഡ് കാരൻസ് എന്ന് പറയുമല്ലോ നമ്മള്. കാരണം അവർ എൻറ്റൈറ്റിൽഡ് ആണ്, എനിക്കിതൊക്കെ ചെയ്യാം എന്നുള്ളൊരു നമ്മൾ ചിന്തിക്കുന്ന ഒരു രീതിയാണ്. ആ ഒരു ചിന്തയ്ക്ക് നിങ്ങൾ വകവെച്ച് കൊടുക്കാതിരിക്കുക എന്നുള്ളത് കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. അവർ ഹോപ്പ് ചെയ്യുന്നുണ്ട് കാരണം നിങ്ങൾ ഇത് ചെയ്തു കൊടുക്കും എന്നുള്ളത്. അപ്പൊ ആ ചിന്തയ്ക്കൊന്നും നിങ്ങൾ നിന്നു കൊടുക്കുന്നില്ല, മറിച്ച് ഐ എം നോട്ട് ഡൂയിങ് ഇറ്റ് ദിസ് ടൈം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് പൈൽ നമ്പർ 2 സംബന്ധിച്ചിട്ടുള്ള മെസ്സേജ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയെങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ബിഗ് താങ്ക് യു. നമുക്ക് പൈൽ നമ്പർ 3യിലേക്ക് കിടക്കാം. പൈൽ നമ്പർ 3 നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. Let's see pile number 3. Okay. So pile number 3 നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. സോ ഈ വരുന്ന 48 മണിക്കൂറിൽ നിങ്ങൾക്കുള്ള മെസ്സേജസ് എന്താണ്, അതുപോലെ തന്നെ നിങ്ങളിത് എപ്പോഴാണ് കേൾക്കുന്നത് അപ്പോൾ മുതൽ 48 മണിക്കൂറത്തെ ടൈമാണ് പൈൽ നമ്പർ 3 നിങ്ങൾക്ക് വേണ്ടിയിട്ട് നോക്കുന്നത്. Okay, let's see. Six of Pentacles, Knight of Wands, Seven of Wands, Five of Wands, King of Wands, Eight of Swords and main theme വന്നിട്ട് Empress എനർജിയാണ്. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 6 of Pentacles and Knight of Wands എനർജിയാണ്. സോ ഈ ഒരു എനർജി ഫിനാൻഷ്യലി വളരെയധികം ഉയരത്തിലേക്ക് പോകാനുള്ള അവസരം നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വരുന്നുണ്ട്. പക്ഷെ ഇവിടെ എടുത്തു പറയേണ്ടത് മറ്റൊരു കാര്യം കൂടിയുണ്ട് കേട്ടോ. കാരണം ഈ ഫിനാൻഷ്യലി ഉയരത്തിലേക്ക് പോകാനുള്ള അവസരം നിങ്ങൾക്ക് വരുന്നുണ്ട്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. എന്നിരുന്നാലും നിങ്ങൾ പല കാര്യങ്ങളും അതായത് ആ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന കാര്യം എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം, അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് പല വഴികളിലൂടെ ആയിരിക്കും നിങ്ങളിലേക്ക് എത്തുന്നത്. പക്ഷെ അത് നിങ്ങൾ ചിലപ്പോൾ നമ്മൾ പറയും കണ്ണ് തുറന്നിരിക്കുക എന്നുള്ളത് പറയാറുണ്ട്. കണ്ണ് തുറന്നിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും അതായത് നമ്മളുടെ അകക്കണ്ണ് തുറന്നിരിക്കാറില്ല. അകക്കണ്ണാണ് നിങ്ങൾ തുറന്നിരിക്കേണ്ടത് ഈ ഒരു സിറ്റുവേഷനിൽ. കാരണം അങ്ങനെ ആകുമ്പോഴാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഈ സാമ്പത്തികമായിട്ടുള്ള ഈ ഒരു കാര്യത്തിലുള്ള മാറ്റം നിങ്ങൾക്ക് മനസ്സിലാകുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ ഒരു വരുന്ന 48 മണിക്കൂർ വരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എവിടെ നിന്നോ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻസ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു എനർജിയാണ്. മുന്നോട്ടേക്ക് നിങ്ങളെ നയിക്കാൻ പറ്റിയ ഒരു എനർജിയാണ്. അപ്പോൾ ആ ഒരു എനർജി നിങ്ങൾ കാണണമെങ്കിൽ, കാരണം ഇവിടെ നിങ്ങളെ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് കാണിക്കുന്നത് നിങ്ങളുടെ ചുറ്റുമുള്ള ചില ആളുകൾ നിങ്ങളുടെ ജോലി സ്ഥലത്തായിരിക്കും, മറ്റിടത്തായിരിക്കും നിങ്ങളെ ഡിസ്ട്രാക്റ്റഡ് ആക്കുന്നതെന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എനർജീസ്
ഒരു വ്യക്തിയാണ്. അതിൽ കൂടുതലായിട്ടും നിങ്ങളുടെ എനർജി മുഴുവൻ വലിച്ചെടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ആ ഒരു വ്യക്തി നിങ്ങൾക്കറിയാം, ചിലപ്പോൾ നിങ്ങളുടെ മദർ ഇൻ ലോ ആയിരിക്കും, ഫാദർ ഇൻ ലോ ആയിരിക്കും, നിങ്ങളുടെ ഏതെങ്കിലും റിലേറ്റീവ് ആയിരിക്കും, നിങ്ങളുടെ സോ കോൾഡ് ഫ്രണ്ട് ആയിരിക്കും. ഫ്രണ്ട് എന്ന് പറഞ്ഞ് കൂടെ നടക്കുന്ന ചില വ്യക്തികളുണ്ട്, വളരെ നെഗറ്റീവ് ആയിരിക്കും. ശരിയായിട്ടുള്ള ഒരു ഫ്രണ്ട് ആയിരിക്കില്ല. ക്രിറ്റിസിസം ആണ്, അവര് കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ളതല്ല, നിങ്ങളെ ഡിസ്ട്രോയ് ചെയ്യുന്ന തരത്തിലുള്ള ക്രിറ്റിസിസം. അതായത് എന്തിനും ഏതിനും ഒരു ക്രിറ്റിസിസം ഉണ്ടാകുമ്പോൾ അത് നെഗറ്റീവ് എനർജിയാണ്. ആ ഒരു എനർജിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിന്ന് മാറി നിൽക്കുക. പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇത് കേൾക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളിത് കേട്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ വൈകുന്നേരം തന്നെ കേൾക്കുന്നവരാണെങ്കിൽ ഇന്ന് സന്ധ്യയ്ക്ക് അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ സൂര്യ നമസ്കാരം ചെയ്യാവുന്ന കാര്യമാണ് രാവിലെയാണ് എങ്കിൽ. അല്ലെങ്കിൽ സൂര്യനെ നോക്കി ഓം സൂര്യദേവോ നമ എന്നുള്ള മന്ത്രം ജപിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, വൈകുന്നേരം സന്ധ്യയ്ക്കാണെങ്കിൽ സൂര്യൻ്റെതായിട്ടുള്ള നവഗ്രഹ സ്തോത്രം ജപിക്കാം. ഈ പറഞ്ഞ പോലെ സൂര്യമന്ത്രം ജപിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച്, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്ന നവഗ്രഹസ്തോത്രത്തിൽ സൂര്യന്റെ ഭാഗമോ അല്ലെങ്കിൽ നമ്മൾ സൂര്യനെ ഭജിക്കുന്ന രീതിയിൽ സൂര്യ നമസ്കാരം ചെയ്യണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഈ വരുന്ന സമയത്ത്, നിങ്ങളിപ്പോൾ ഈ കേൾക്കുന്ന സമയത്ത് എപ്പോ വേണമെങ്കിലും ആകാം ഇത് കേൾക്കുന്നത്. സൺഡേയോടടുത്ത് വരുന്ന ദിവസമാണോ എങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾ സൺഡേ ഫാസ്റ്റിംഗ് ചെയ്യാം. സൺഡേ ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഹിന്ദുസ് ആയാലും ക്രിസ്ത്യൻസ് ആയാലും എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. സൺഡേ എല്ലാവർക്കും പ്രാധാന്യമുള്ള ദിവസമാണ്. അപ്പോൾ ഓം സൂര്യായ നമ എന്നുള്ള മന്ത്രം ജപിക്കാവുന്നതാണ്. ആ ഒരു പല രീതിയിലും പല മന്ത്രങ്ങളും ഉണ്ട്. അപ്പോൾ ആ ഒരു മന്ത്രം നിങ്ങൾ ജപിക്കുക. അത് നിങ്ങൾക്ക് 11 തവണ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ 108 തവണ എന്നുള്ള രീതിയിലും ജപിക്കാവുന്നതാണ്. വളരെയധികം പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് വരുന്നുണ്ട്, ക്ലാരിറ്റി വരുന്നുണ്ട്, നെഗറ്റിവിറ്റി നിങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാം. അതേപോലെ നിങ്ങൾ മൂൺ വാട്ടർ ചെയ്തിട്ടുണ്ടെങ്കിൽ മൂൺ വാട്ടർ ഈ പറയുന്ന ദിവസങ്ങളിൽ കുടിക്കാൻ മറക്കാതിരിക്കുക. മൂൺ വാട്ടർ ചെയ്തിട്ടില്ലാത്തവരാണ് എങ്കിൽ മൂൺ വാട്ടറിന്റെ എനർജി 23-ാം തീയതിയാണ് ശരിക്കും ഉണ്ടായിരുന്നത്. അത് 2-3 ദിവസത്തേക്ക് അതിന്റെ എനർജീസ് ഉണ്ടാവും. അത് ചെയ്യണമെങ്കിൽ ചെയ്യാം. 23rd to 25 ആ ഒരു ടൈം വരെ ചെയ്യാവുന്നതാണ്. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ മാനിഫെസ്റ്റേഷൻസ് ചെയ്യാം. സൺ എനർജി സ്ട്രോങ് ആയതുകൊണ്ട് മഞ്ഞ കളർ യൂസ് ചെയ്യാം. സോളാർ പ്ലക്സസ് ചക്ര ബാലൻസ് ചെയ്യുന്നത്, ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്. കാരണം നിങ്ങളുടെ ഉള്ളിൽ വേണ്ടത് ആ വെളിച്ചമാണ്. ആ വെളിച്ചം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോയിരിക്കുന്നു. അതായത് മറ്റുള്ളവർ വലിച്ചെടുക്കുകയാണ് നിങ്ങളുടെ ഊർജം. നിങ്ങളുടെ ഉള്ളിൽ വേണ്ട ആ ഒരു സൂര്യന്റേത് ആ ഒരു തരത്തിലുള്ള ഒരു ഊർജമാണ് നിങ്ങളുടെ ഉള്ളിലേക്ക് വരേണ്ടത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാം. മെഡിറ്റേഷനും ചെയ്യാവുന്നതാണ്. അത് നിങ്ങൾ ഏത് തരത്തിലുള്ള മെഡിറ്റേഷൻ വേണമെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം പത്മാസനത്തിൽ, അതായത് ചമ്രം പടിഞ്ഞിരുന്നിട്ട് നിങ്ങൾ കണ്ണടച്ച് ഓം എന്നുള്ള മന്ത്രം ജപിക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് കണ്ണടച്ചിരിക്കാവുന്നതാണ്. അത് ഏതൊരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഈ ഒരു എനർജി നിങ്ങളുടെ ഉള്ളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. കാരണം ഈ ഡിസ്ട്രാക്ഷൻസ് മാറ്റിയാൽ മാത്രമാണ് ഈ സിറ്റുവേഷൻസ് നിങ്ങൾക്ക് കാണുന്നുള്ളൂ. ഇത് വളരെ അപൂർവമായിട്ട് വരുന്ന ഒരു സിറ്റുവേഷനാണ്. അതായത് സാമ്പത്തികം നിങ്ങളിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യമാണ്. കുറച്ചും കൂടി ക്ലാരിറ്റി, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നതും ഈ ഒരു സിറ്റുവേഷനാണ്. ഓക്കെ, അതേപോലെ 7 of Wands and 5 of Wands എനർജിയാണ്. സോ ഇവിടെ നിങ്ങളെ സഹായിക്കാനായിട്ട് ഒരു വ്യക്തി വരുന്നതായിട്ട് കാണിക്കും. നിങ്ങളെ മറ്റുള്ളവരെ മുന്നോട്ടേക്ക് പോകാൻ സഹായിക്കാത്തപ്പോൾ ഒരു സ്ത്രീ ആയിരിക്കാം. ഒരു ഫെമിനൈൻ എനർജിയാണ് അത്. ചിലപ്പോൾ ലിറ്ററലി ഒരു സ്ത്രീ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫെമിനൈൻ എനർജി എന്നുള്ള രീതിയിൽ നിങ്ങളുടെ തന്നെ ഒരു ഫെമിനൈൻ സൈഡ് നിങ്ങളെ മുന്നോട്ടേക്ക് പോകാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു നിങ്ങളുടെ ഉള്ളിൽ പല മാറ്റങ്ങളും അല്ലെങ്കിൽ പല തടസ്സങ്ങളും നിങ്ങൾക്ക് മുമ്പിൽ ഈ ഒരു സമയത്ത് വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സമയം വളരെ പ്രത്യേകതകളുള്ള സമയമാണ്. അപ്പോൾ തടസ്സങ്ങൾ വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് മുന്നേറാൻ അത്യധികം സാഹചര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷെ എപ്പോഴും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ മുമ്പിൽ തടസ്സങ്ങൾ വരുന്നത് നമ്മൾ ആ തടസ്സങ്ങളെ അതിജീവിക്കേണ്ടത് അനിവാര്യതയുണ്ട്. കാരണം ആ ഒരു തടസ്സത്തെ അതിനെ നമ്മൾ അൾട്ടിമേറ്റ്ലി നമ്മൾ അതിനെ വിൻ ചെയ്താൽ മാത്രമാണ് നമ്മൾക്ക് ആ ചലഞ്ചിനെ മറികടന്നാണ് നമ്മൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നത്. അപ്പൊ ഇത് സൂചിപ്പിക്കുന്നത് ആ ഒരു തടസ്സങ്ങളൊക്കെ മുന്നിൽ വരുന്നത് അതിജീവിക്കുക. ഈ പറഞ്ഞ പോലെ തന്നെ ഇത് കേൾക്കുന്നതിന്റെ പിറ്റേ ദിവസം രാവിലെ പറ്റുമെങ്കിൽ ഗണപതി ക്ഷേത്രത്തിൽ ഒരു തേങ്ങ നാളികേരം ഉടയ്ക്കുക. ഇതിപ്പോ ഏത് മതത്തിൽപ്പെട്ടവർക്കും ചെയ്യാം. പല മതത്തിൽപ്പെട്ട ആളുകളും നമ്മൾ
ഒത്തിരി ആളുകൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ മുസ്ലിംസ് ആയാലും ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ തേങ്ങ അവരെ അതിനുള്ള പൈസ തന്നിട്ട് നമ്മൾ തേങ്ങ വാങ്ങിച്ച് ഉടയ്ക്കാറുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തുടങ്ങി ഫ്രണ്ട്സ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. നാളികേരം ഉടയ്ക്കുന്നത് ഗണപതിക്ക് വേണ്ടിയിട്ട്. അതേപോലെ പള്ളിയിൽ നിങ്ങൾ മെഴുകുതിരി ജസ്റ്റ് പള്ളിയിൽ പുറത്ത് അകത്ത് തന്നെ കയറണമെന്നില്ല, മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അതും ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഓരോ പള്ളിയുടെ സാഹചര്യം അനുസരിച്ചിട്ട് നമ്മളിപ്പോ പല പള്ളികളിലും നമുക്ക് മെഴുകുതിരി കത്തിച്ചു വെക്കാവുന്ന സൗകര്യമുണ്ട് പുറത്ത് തന്നെ. അപ്പോൾ ഇതെന്തായാലും അങ്ങനെ ചെയ്യാൻ പറ്റുന്നിടത്ത് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ എനർജിയിലുള്ള നെഗറ്റിവിറ്റി മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് നമ്മൾ ഓൾറെഡി ഒത്തിരി വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ ആ ഒരു ഉൾഭയം മനസ്സിൽ നിന്ന് മാറ്റമാണ് വരുന്നത്. ഈ മാറ്റത്തിന് എപ്പോഴും എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഉള്ളിലേക്ക് വലിയ മാറ്റം, പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഉള്ളിലേക്ക് വരുമ്പോൾ അത് നമ്മൾ തടയാണ്. കാരണം എല്ലാം നമ്മൾ ഒന്നിൽ നിന്നുള്ളൊരു മാറ്റത്തെ നമ്മൾ എപ്പോഴും എതിർക്കും. നമ്മളുടെ ഉള്ളിൽ പ്രത്യേകിച്ച് നമ്മുടെ ഉള്ളിൽ നെഗറ്റിവിറ്റീസ് ഉണ്ടാകുമ്പോൾ. കാരണം സന്തോഷമാണെങ്കിൽ കൂടി നമുക്ക് എങ്ങനെയാണോ ഇരിക്കുന്നത് അതിൽ നിന്ന് മാറാനുള്ള ഒരു മടിയോ അല്ലെങ്കിൽ ഒരു ഭയമോ ഉൾഭയമോ ഒക്കെ ഉണ്ട്. ഈ നല്ല കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വരണമെങ്കിൽ ഈ പറയുന്ന തടസ്സങ്ങളെ നിങ്ങൾ അതിജീവിക്കുക, നിങ്ങളിത് മനസ്സിലാക്കുക എന്നുള്ളത് കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഡിഫറെന്റ് പോസിബിലിറ്റീസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ്. യൂണിവേഴ്സിൽ ഫെയ്ത്ത് വയ്ക്കുക, സെറ്റ് ഇന്റൻഷൻസ് സെറ്റ് ചെയ്യാൻ കഴിഞ്ഞ ദിവസം പറ്റാത്തവരാണെങ്കിൽ ഇപ്പോഴും ചെയ്യാവുന്നതാണ്. മൂണിന്റെ എനർജി ഇപ്പോഴും ഉണ്ട് 23rd to 25th വരെയുള്ള ടൈമിൽ. പിന്നെ ആ ഒരു ചേഞ്ചസ് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന 23rd to 6 May വരെയുള്ള സമയത്തിലുണ്ട്. മൂൺ വാട്ടർ 23rd to 25th വരെ നിങ്ങൾക്ക് ചെയ്യാം. 23rd ആണ് ഏറ്റവും സ്ട്രോങ്, കാരണം അന്നാണ് ഫുൾ മൂൺ ഡേ. നിങ്ങളുടെ കൺട്രോളിലേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കൺട്രോൾ നിങ്ങൾ തന്നെ ഏറ്റെടുക്കുന്ന ഒരു സമയമാണ്. അതേപോലെ തന്നെ പല ചേഞ്ചസ് വരുന്നു എന്നുള്ളതും പറഞ്ഞിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ളൊരു ശ്രമം അനിവാര്യമാണെങ്കിൽ ഈ പറഞ്ഞ മാറ്റങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. അത് ഈസി അല്ല, എളുപ്പമല്ല ഒരിക്കലും. കാരണം അത് എളുപ്പമല്ല, അത്രയ്ക്ക് നല്ലൊരു ചേഞ്ചാണ്. ആ ഒരു ചേഞ്ചിലേക്ക് എത്തണമെങ്കിൽ കുറച്ച് കടമ്പകളൊക്കെ കടക്കണം. അതേപോലെ കിങ് ഓഫ് ഫോൺസ് എനർജിയാണ്, 8 of Swords എനർജി കൂടിയിട്ടാണ്. ഈ ഒരു എനർജി എന്ന് പറയുന്നത് കുറച്ച് നമ്മളിപ്പോൾ പറയില്ലേ, ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ കുറച്ച് നമ്മൾ സ്ട്രെസ്സും ആങ്സൈറ്റി ഒക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു ആങ്സൈറ്റി ഒക്കെ നിങ്ങൾക്ക് ഇപ്പോൾ അനുഭവപ്പെട്ടേക്കാം. അതൊരു നെഗറ്റീവ് എനർജി ആയിട്ട് കാണണ്ട. അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ചുറ്റും നിങ്ങളുടെ ജീവിതത്തിൽ പല ആളുകളെ നിങ്ങൾ കണ്ടുമുട്ടുന്നുണ്ട്. ഹീലിംഗ് അനിവാര്യമായിട്ടുള്ളത്, ശാരീരികമായിട്ടും മാനസികമായിട്ടും ഹീലിംഗ് അനിവാര്യമായിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ളവരെ സഹായിക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ചില കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് നേർവഴി കാണിച്ചു കൊടുക്കാനുള്ള സിറ്റുവേഷനും ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു ബാലൻസ് കൊണ്ടുവരുന്ന സിറ്റുവേഷൻ, കാരണം ഇവിടെ ഇപ്പോൾ ഒട്ടും ഓർഗനൈസ്ഡ് ആയ അല്ലാത്ത ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ജീവിക്കുന്നു എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓർഗനൈസ്ഡ് ആവുകയാണ്, ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരികയാണ്. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ്. റൊമാൻറ്റിക് ഇൻഫ്ലുവൻസ് ഇവിടെ ഉണ്ട്. അപ്പൊ പ്രണയം സാധ്യമാകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഈ ഒരു എനർജിയിൽ പ്രണയം എന്ന് പറയുന്നത് ഫോളിങ് ഇൻ ലവ് എനർജി ആണ്. ഇത് ശരിക്കും 8 of Swords എനർജി കണക്ഷൻസ് ഡിഫറെന്റ് ആണെങ്കിലും ഫോളിങ് ഇൻ ലവ് ഫാസ്റ്റർ ദാൻ യു എക്സ്പെക്റ്റഡ്. അതായത് നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാതെ ആയിരിക്കും നിങ്ങൾ പ്രണയത്തിൽ അകപ്പെടുന്നത്. ഫാസ്റ്റ് എനർജിയാണ് അത്. അതുപോലെ യാത്രകളെ സംബന്ധിക്കുന്ന ഒരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ പറയാനുള്ള ഈ വരുന്ന 48 മണിക്കൂറിൽ വിസ, റെസിഡൻസ് പെർമിറ്റ് പോലുള്ള കാര്യങ്ങൾ, വർക്ക് പെർമിറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള മെസ്സേജസ്, ഗുഡ് ന്യൂസ് ഒക്കെ വരുന്നുണ്ട്. അല്ലെങ്കിൽ അതുമായിട്ടുള്ള രേഖകൾ പൂരിപ്പിച്ചു കൊടുക്കുന്നതോ അങ്ങനെയൊക്കെയുള്ള അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ന്യൂസ് വരുന്നുണ്ട്. ആ ഒരു എനർജി കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ എല്ലാ കാര്യങ്ങളും നിങ്ങളൊന്ന് ആലോചിച്ച് സ്ട്രാറ്റജിക് ആയിട്ടുള്ള ചിന്തയിലൂടെയാണ് തീരുമാനങ്ങളിലേക്ക് നിങ്ങൾ ചെന്നെത്തുന്നത് എന്നുള്ളത് സൂചിപ്പിക്കുന്നു. ഒരു ഫ്ലർട്ടേഷ്യസ് എനർജിയാണ്. എല്ലാവരെയും ഒന്ന് കളിചിരികളും തമാശകളും ആ ഒരു രീതിയിലുള്ള ഫ്ലർട്ടേഷൻസ് മറ്റുള്ളവരിലേക്കൊക്കെ എത്തിക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളിലേക്ക് കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു വളരെ പ്രൗഡി നിങ്ങളുടെ, അതായത് നിങ്ങൾ പൊതുവെ നിങ്ങൾ എവിടെയെങ്കിലും ഒടിഞ്ഞു കുത്തിയിരിക്കുന്ന ഒരു സ്വഭാവം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ശരീരപ്രകൃതിയാണ് നിങ്ങൾക്കെങ്കിൽ നിങ്ങൾ വളരെ ഞാനാണ് ഇവിടുത്തെ രാജാവ് എന്നുള്ളൊരു ചിന്തയോട് കൂടിയിട്ട്
നമ്മൾ ചില സിറ്റുവേഷനിൽ പറയും, ഒന്നുകിൽ നമ്മൾ ചിന്തിക്കുക നമ്മളാണ് ഇവിടുത്തെ രാജാവ് എന്നുള്ളത്, അല്ലെങ്കിൽ ചിന്തിക്കേണ്ടത് ഇവിടെ രാജാവില്ല, രാജഭരണമല്ല, അപ്പോൾ എല്ലാവരും സാധാരണക്കാരാണ് എന്നുള്ള ചിന്ത. അപ്പൊ എല്ലാവരും ഒരുപോലെയായി, അല്ലെങ്കിൽ എല്ലാവരെക്കാളും മുകളിൽ ഞാനാണ് രാജാവ് എന്നുള്ള ചിന്തയിൽ പോവുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു എനർജിയാണ് നിങ്ങളിൽ ഇപ്പോൾ കാണിക്കുന്ന ഒരു പ്രൗഢിയോട് കൂടിയിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് എന്നുള്ളത് കാണിക്കുന്നു. അതേപോലെ എഗെയിൻ എംപ്രസ് എനർജിയാണ്, പല മാറ്റങ്ങൾക്കും ഉള്ള തീരുമാനങ്ങൾ എടുക്കുന്ന സമയമാണ്. പിന്നെ ഇവിടെ ഇപ്പോൾ പെട്ടെന്ന് ഒരു മെസ്സേജ് ഡൗൺലോഡ് വന്നത് പെൻഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്, അപ്പോൾ പെൻഷന് വേണ്ടിയിട്ട് ഒത്തിരി ശ്രമിക്കുന്നവർക്ക് അതിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ തീരുമാനമാകുന്നുണ്ടാവും ഈ വരുന്ന 48 hours. പെൻഷൻ ലഭിക്കാത്തവർക്ക് പെൻഷനായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നീക്കുപോക്കുകൾ നടന്നിട്ടില്ല, ഡോക്യുമെന്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാധ്യമാകുന്ന ഒരു സാഹചര്യം കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളിൽ കുറച്ച് ആളുകൾ നിങ്ങൾ ചിലപ്പോൾ ലൈറ്റ് വർക്കേഴ്സ് ആയിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ എനർജി. അപ്പോൾ അത് ചില ആളുകൾക്ക് അതറിയാവുന്ന ആളുകൾക്ക് അറിയാം, അവരുടെ എനർജി ചിലപ്പോൾ അതായിരിക്കാം എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് വളരെയധികം ഫീൽ ഗുഡ് തോന്നുന്ന സമയം എന്നുള്ളത് കൂടിയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയെങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ബിഗ് താങ്ക് യു.